സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുട്ടി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് 4 AM ബിരിയാണി കഴിക്കാനാണ്. അപ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്ന പുള്ളിക്ക് എന്തോ വയ്യാന്നോ അങ്ങനെ എന്താങ്ങാണ്ട് പറഞ്ഞിട്ട് ബിരിയാണി കട ഇന്ന് തുറക്കൂലെന്ന് പറഞ്ഞു. നമ്മളിവിടെ കുറേ നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയത്രത്തോളം ഇവിടെ അടുത്ത് എവിടെയും ബിരിയാണി കട കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ തീ മൊത്തം കത്തി തീരുന്നവരെ ഇവിടെ ചൂട് കാഞ്ഞിരുന്നിട്ട് ഇത് കത്തി തീർന്നതിന് ശേഷം ഇത് വെള്ളമൊഴിച്ച് കെടുത്തിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബിരിയാണി അങ്ങനെ ഫ്ലോപ്പ് ആയിരിക്കുന്നു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. പുതിയൊരു കട കണ്ടുപിടിച്ച് കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുട്ടി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് 4 AM ബിരിയാണി കഴിക്കാനാണ്. സമയം നോക്കുവാണെങ്കിൽ ഒരു 3 മണിയായി കാണും. ഞങ്ങളൊരു 12 മണിക്ക് ഇറങ്ങിയതാണ്. ഒരു 3-3:30 ആയി കാണും. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് വന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം റെഡിയാക്കി ഈ സമയമാകുമ്പോഴത്തേക്കും കടയിലെ പുള്ളി കടയൊക്കെ തുറന്ന് ചിക്കനും മസാലയൊക്കെ റെഡിയാക്കുന്ന അത് കണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ബാക്കിലാണ് കട. സംഭവം പുള്ളി ഇനി തുറന്നിട്ടില്ല. അപ്പോൾ പുള്ളി അത് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇപ്പോൾ പുള്ളി കട തുറന്നിട്ടില്ല. സോ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് നോക്കി. പിന്നെ കാറിലിരിക്കുമ്പോൾ പിന്നെ ഉറക്കം വരിക. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല കൊതുകടി. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്തത്. റോഡ് സൈഡിൽ ഞങ്ങളങ്ങ് തീയിട്ട് ഞങ്ങൾ ഈ തീ കാഞ്ഞിരിക്കുക. ഇവിടെ ഉണ്ടായിരുന്ന ചപ്പും ചവറൊക്കെ പെറുക്കി ഞങ്ങളിത് അപ്പുറത്താണ് ഹൈവേ, അതവിടെ 2 ലോറിയൊക്കെ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള വേസ്റ്റ് മൊത്തം പെറുക്കി ഇങ്ങോട്ട് ഇട്ടിട്ട് ഞങ്ങൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി കട തുറന്നിട്ടില്ല. പുള്ളി കട തുറന്നാണെങ്കിൽ അവിടുത്തെ തീയിൽ ആ ചവിട്ടിൽ അങ്ങനെ ഇരുന്ന് കൊതുകടി കൊള്ളാണ്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. പക്ഷെ പുള്ളി കട തുറക്കാത്തതുകൊണ്ട് കൊതുക് ശല്യം കാരണം ഞങ്ങൾ ഇവിടെ തീയിട്ട് ഞങ്ങളങ്ങനെ ചൂട് കാഞ്ഞ് അങ്ങനെ ഇരിക്കുക. 1-2 സംസാരിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ പുള്ളി കട തുറന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. നമ്മളെല്ലാവരും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ട്. ശ്യാമുണ്ട്, രഘു അപ്പുറത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം സെയിം ബിരിയാണി കടേനെ ಟೇಸ್ಟ್ ಹೆಂಗೆ ಉಂಟಾವು ನಮ್ಗೆ ಒಂದೋಡ ನೋಡ. ಏಯ್ ರಾಘು ಐತೆ ಅಂತ ಹೇಳಿದೆ ನಾನು. ನೀನು ಆ ಕಡೆ ಹೋಗಿದ್ದ ನೋಡ್ದ? ಅವನಿಗೆ ಕಿವಿಯೆಲ್ಲ ಕಣ್ಣು ಕಾಣಿಸ್ತಿಲ್ಲ. ನೋಡ್ದ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തീപ്പന്നെ എന്നെയും കൊണ്ട് പോയാനെ തീ. പക്ഷെ ഇതൊക്കെ ഒരു വൈബല്ലേ. സത്യം പറഞ്ഞ വീട്ടിലാകെ ഞാൻ എന്തൊക്കെയൊക്കെയോ കുറേ ആലോചിച്ച് കൂട്ടി അങ്ങനെ ഒരു ഡിപ്രഷനിലോട്ട് ഇങ്ങനെ കാല് വെക്കാനായിട്ട് നോക്കി നിൽക്കാം. എങ്ങനെ ഉണ്ടാവും ഒരു ഫീലെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഉമ്മാർ വിളിച്ചത്. ഓ, ആ മുടങ്ങ് മാറി കിട്ടി അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങണമൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചൂട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി കട എപ്പോൾ തുറക്കുമെന്ന് അറിയില്ല. അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. ನಿದ್ದೆ ಮಾಡಕ್ ಬಿಟ್ಟಿಲ್ಲ ಅಂತಲ್ಲ, ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಹೆಂಗೈತೆ ಹೇಳು? ಚೆನ್ನಾಗಿಲ್ವಾ? ಮದ್ವೆ ಆದ್ಮೇಲೆ ಈ ತರ ಎಲ್ಲ ಬರಕಾಗ್ತದ? ನೀನ್ ಬತ್ತಿ ಕಣ, ನಾನ್ ಬರ್ಬೇಕಲ್ಲ. ದುಬೈಲ್ ಮದ್ವೆ ಆಯ್ತಿಲ್ಲಪ್ಪ. ಮಕ್ಕೆ ಬತ್ತಾವಲ್ಲ ಬೆಂಕಿ. ಕೂದ್ಲು ಹೋಗಿರೋದು ಇವಾಗ. ಬೆಂಕಿ ಕೂದ್ಲು ಹೋಗಿರೋದು ಇವಾಗ. ಆಟ ಆಡ್ತಾವನೆ ಫ್ರೆಂಡ್ಸ್. ಅಲ್ಲಪ್ಪ ಅವನೇ ಎಲ್ಲೆಲ್ಲಿಂದ ಸೌದೆ ತತ್ತವನೆ ಅಂತ ಗೊತ್ತಿಲ್ಲ. ಒಟ್ಟಿನ ಕಡ್ಡಿಗಳೆಲ್ಲ ಚೆನ್ನಾಗಿ ತತ್ತವನೆ. ಬೇಲಿ ಒಳಗಡೆ ತೂರ್ തത്തവൻ കഡ്ഡികളാ. എവിടെ നിന്നൊക്കെയോ കുറച്ച് ചുള്ളിക്കമ്പൊക്കെ പെറുക്കിക്കൊണ്ട് വരുന്നുണ്ട്. എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞൂടാ.
ಇದೇ ತರ ಬೆಂಕಿ ಹಾಕಿದೆ ಎಲ್ಗಳು ಇದಕ್ಕೆ ಹೋಗಿದ್ದಾಗ ಈಶಾಗ್ ಹೋಗಿದ್ದಾಗ ಬ್ಯಾನರ್ ಎಲ್ಲ ಕಿತ್ತು ಬೆಂಕಿ ಇಟ್ಟಿದ್ದು ಅವತ್ತು ರೋಡಿಗೆ. ಅದು ಇದಾದ್ರೂ ಸೈಡ್ಗೆ ಹಾಕಿದ್ವಿ, ಅದು ರೋಡ್ ಸೈಡ್ ಅಲ್ಲಿ ಹಾಕಿದ್ದು. ಆದ್ರೆ ಅದನ್ನ ನೋಡ್ಕೊಂಡು ಸೈಡಲ್ಲಿ ಓದ್ತಾ ಇದ್ದಾರಲ್ಲ ಬಂದು ನಿಂತ್ಕೊಂಡ್ರಲ್ವ ಮಚ್ಚ, ಹೋಗೋರೆಲ್ಲ ಬಂದು ನಿಂತ್ಕೊಂಡು ಅವತ್ತು ಮಸ್ತಾಗಿತ್ತು. ಈ ತರ ಬೆಂಕಿ ಹಾಕ್ಬಿಟ್ಟು ಸುತ್ತ ಡ್ಯಾನ್ಸ್ ಆಡಿದ್ದು. ಆ ವಿಡಿಯೋ ಎಲ್ಲ ಐತಿ, ಇನ್ನು ಇವಾಗೂ ಐತೆ ಮಚ್ಚ ನನ್ನ ಹತ್ರ. ಅವತ್ತು ಡಿನ್ನರ್ ಮುಗಿಸ್ಕೊಂಡು ಹೋಗಿದ್ದು ಈಶಾಗೆ. മസ്താകിತ್ತು, അടിപൊളിയാണ്. അപ്പോൾ പിള്ളേരുടെ കൂടെ അങ്ങനെ പുറത്തു വരാൻ ഒരു ചാൻസ് കിട്ടിയാൽ മിസ്സാക്കാണ്ട് പോവുക, അടിച്ചു പൊളിക്കാം. ഓക്കെ. 3:28 AM. സോ അപ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആ കടയിലോട്ടൊരു ചേട്ടൻ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നേ, ചേട്ടാ 4 മണിയായാലും 4 മണിക്ക് സാധാരണ കട തുറക്കാറുള്ളതല്ലേ, കട എന്താ തുറക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കുന്ന പുള്ളിക്ക് എന്തോ വയ്യാന്നോ അങ്ങനെ എന്താങ്ങാണ്ട് പറഞ്ഞിട്ട് ബിരിയാണി കട ഇന്ന് തുറക്കൂലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് അറിഞ്ഞൂടാ. വേറെ ഞങ്ങൾ നോക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും ബിരിയാണി കട അടുത്തുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ വേറെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ 4 AM ബിരിയാണി നടക്കൂല. വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ വീഡിയോ ഇനി കാണിച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ എന്നായിരിക്കും പറയേണ്ടത്. സോ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടുത്തെ ബിരിയാണി കട തുറക്കൂലെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് സീ. ഓക്കെ. സോ ഞങ്ങളിവിടെ കുറേ നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയത്രത്തോളം ഇവിടെ അടുത്ത് എവിടെയും ബിരിയാണി കട കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി വേറെ വഴിയില്ല, അപ്പോൾ നേരെ തിരിച്ച് വീട്ടിലോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ തീ മൊത്തം കത്തി തീരുന്നവരെ ഇവിടെ ചൂട് കാഞ്ഞിരുന്നിട്ട് ഇത് കത്തി തീർന്നതിന് ശേഷം ഇത് വെള്ളമൊഴിച്ച് കെടുത്തിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബിരിയാണി അങ്ങനെ ഫ്ലോപ്പായിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വേറെ ഏതെങ്കിലും നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇത് കത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് വെള്ളമൊഴിച്ച് കെടുത്തിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. സോ ബൈ, ടാറ്റാ. बड़ी मोटर गाड़ी ले है, किलोमीटर राइड ले है, गली गली चुट्टी डूब सिटी बॉर्डर कर ले, मिनी कूपर पारेंगे है, सीनी सुपरस्टार रेंगे है, शेरी शेरी सुना लूं वेरी वेरी लॉन्ग जर्नी, बॉडी बागरेश्वरी मिनी महारानी गली पूरी पूरी वेले. ഞാനൊന്ന് നൈസായിട്ട് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും പുതിയൊരു കട കണ്ടുപിടിച്ച് അപ്പം നേരെ കൊണ്ടുവന്ന് അവിടെ നിർത്തി എണീപ്പിച്ചു. എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടെ. ഏനാണ് ഐറ്റം മച്ചാ? മട്ടൻ ബിരിയാണി, കാൽ സൂപ്പ് കബാബ്. മട്ടൻ ബിരിയാണി, കാൽ സൂപ്പ് കബാബാ. കുറെ ഐറ്റം ഉണ്ട് ഇവിടെ, കുഴപ്പമില്ല. അവിടെ നമ്മൾ പോയ അവിടെ ആണെങ്കിൽ വെറും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഉണ്ടാവും. ഇവിടെ മട്ടൻ ബിരിയാണി ഉണ്ട്, കാൽ സൂപ്പ് ഉണ്ട്, കബാബ് ഉണ്ട്. അപ്പം എന്താ വാങ്ങുന്നതെന്ന് അറിയില്ല. നോക്കട്ടെ, എല്ലാത്തിലും ഓരോന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ. അപ്പൊ നമ്മള് കാൽ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തില് ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ പുതിയ കടയാണ്. ഇവിടെ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിനി സ്ഥിരമായിട്ട് ഈ കടയിലോട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇനി ഇവിടത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് റിവ്യൂ തരാം. പറ്റുന്നവര് ഒന്ന് നോക്കാം. എന്നാലും രാവിലെ എണീറ്റ് ഒരു പുലർച്ചെ എണീറ്റ് സംഭവം എല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ടല്ലോ. സെറ്റാണ് ഇത്. രാവിലെ വരുന്നതായിരിക്കും നല്ല ടേസ്റ്റോടെ, നല്ല ചൂടോടെ കിട്ടും. കാരണം ഇപ്പം റെഡിയാക്കുന്ന ഐറ്റം ആയതുകൊണ്ട് നല്ല ചൂടോടെ കിട്ടും. നോക്കാം. ഇപ്പൊ നമ്മള് സൂപ്പും ബിരിയാണിയും ഓർഡർ ചെയ്തിട്ട് സാധനം വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ടേബിൾ സർവീസ് ഇല്ല എന്ന് തോന്നുന്നു. നമ്മൾ അവിടെ പോയി വാങ്ങണം എന്നാ തോന്നുന്നേ. ശ്യാമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കാൽ സൂപ്പ് ഞാൻ വേറെ കടയിലൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. കാൽ സൂപ്പ്, ആട്ടൻകാൽ സൂപ്പ് നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചു തരാവേ. കാൽ സൂപ്പ് ആവി പറക്കുന്നുണ്ടോ? ഓ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് കുടിക്കേണ്ട എന്റെ മോനെ. ഈ ആവി പറക്കുന്ന കാൽ സൂപ്പ് കുടിച്ചാണ്ടൊക്കെ വയറങ്ങ് ഫുള്ളാവുക. സത്യം അടിപൊളി ടേസ്റ്റ് ആണ്. കൂട്ടിച്ച് നോക്കാം. സൂപ്പ് അടിപൊളിയാണ്.
നല്ല ചൂടുണ്ട്. ദേ, കണ്ടോ, ആടിന്റെ ഒരു കാല് ഫുള്ളായിട്ട് കിട്ടും നമുക്ക്. അപ്പൊ ഇതും ആടിന്റെ ഒരു കാല് ഫുള്ളും സൂപ്പായിട്ട് കിട്ടും. പിന്നെ ബിരിയാണിയും വന്നിട്ടുണ്ട്. നമ്മളിപ്പോ മട്ടൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ നേരെ സൂപ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓരോ സൂപ്പും ഓരോ മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ കുടിക്കാൻ തുടങ്ങി. ಹೆಂಗೈತ್ ಮಚ್ಚ? ಚೆನ್ನಾಯ್ತಾ? ಬಂದಿದ್ದೆ ಕೊರ್ತಾ പണിയുടെ ഉണ്ടെന്ന് പറഞ്ഞ മച്ചാ. ಹೆಂಗೈತಾ? നിജല്ല മസ്ത് അല്ല, അടിപൊളിയാണ്. നിങ്ങൾക്ക് എങ്ങാനും വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒക്കെ സ്ഥലത്ത് ഞാൻ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. ഇതുപോലത്തെ സ്ഥലത്ത് വരാം. ഒരു കാല് ഫുള്ളായിട്ട് കിട്ടും. ഈ സൂപ്പ് കുടിച്ചു കഴിഞ്ഞിട്ട് ആ കാല് തിന്നു കഴിഞ്ഞിട്ട് ഈ ബിരിയാണി തിന്നാണ്ടല്ലോ, രാവിലെ തന്നെ നല്ല ഉറക്കം കിട്ടും. അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂണായിട്ടൊന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മളെ കപ്പോട് അങ്ങനെ എടുത്ത് കുടിക്കണം. ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് എരിവും ഉപ്പും എല്ലാം സെറ്റാണ്. കാൽസൂപ്പ് തന്നെ കിട്ടും. ചൂടോട് കുടിക്കുമ്പോ വേണ്ട, ആവി പറക്കുന്ന ചൂട്ടില് എന്നെ ഫുള്ളായിട്ട് കിട്ടില്ല. ഈ ആവി പറക്കുന്ന ചൂട്ടില് ഈ സൂപ്പ് ഇങ്ങനെ കുറേശ്ശെ കുടിച്ചോണ്ട് പിന്നെ ഈ ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചി വരുന്നില്ല കാണാ. മട്ടൻ ബിരിയാണി കിടുവാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈ കാൽ സൂപ്പിന്റെ കൂടെ ബിരിയാണി കൂടി കഴിക്കാണ്ടല്ലോ, കിടുവാണ്. അടിപൊളി തന്നെ. ഞാൻ വേണമെങ്കിൽ ലൊക്കേഷൻ ഇട്ട് തരാം. വരാൻ പറ്റുന്നവർ പുലർച്ചെ രാവിലെ സമയം എനിക്ക് തോന്നുന്നു 4:30 അതിൽ കൂടത്തില്ല. അടിപൊളിയായിട്ടുണ്ട്. വന്ന് കഴിച്ചു നോക്കുക. കിടുവാണ്. കാലും അതെ കണ്ട, ഒരു കാലും ഫുള്ളായിട്ടുണ്ട്. നല്ല വലുതാ, പുറത്താണ്. അപ്പോൾ വന്ന് കഴിച്ചു നോക്കാം. ഞാൻ എന്തായാലും ഇത് മൊത്തം ഫുള്ളായിട്ട് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, എനിക്ക് ഇടാനായിട്ട് വേറെ പ്ലേറ്റ് ഒന്നും തന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ബിരിയാണി പ്ലേറ്റിൽ തന്നെ ഇട്ടു. ആ കാല് വരുന്നുണ്ടോ? അടിപൊളിയാണ്. വലിയ പീസൊന്നും കിട്ടുന്നില്ല. ഇത് ഫുള്ളായിട്ട് തിന്നാൻ പറ്റും കേട്ടോ. ഇത് മൊത്തം തിന്നാൻ പറ്റും. ഇതിന്റെ നടുക്കൊരു സാധനമുണ്ട്, അതാണ് കടിച്ചു മുറിച്ച് തിന്നേണ്ടത്. അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അടിപൊളി. നമുക്കൊരു വായി ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബിരിയാണി ചൂടുണ്ടല്ലോ. ബിരിയാണിക്ക് നല്ല ചൂടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുക്കായിട്ടുണ്ട്. ബിരിയാണിയിലെ പീസാണ്. അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഇത്ര ചവയ്ക്കാൻ പറ്റുള്ളൂ. അലിഞ്ഞു അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ബിരിയാണിയിലെ പീസാണെങ്കിൽ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്നും നല്ല വിഷയമായിട്ടുണ്ട്. നന്നായി വറുത്താണ്, കിടുവായിട്ടുണ്ട്. ഞാൻ അത് ഫുള്ളായിട്ട് തിന്നു തീർക്കട്ടെ. വീഡിയോ എടുക്കാനൊന്നും പറ്റൂല. ഞാൻ മൊത്തം തിന്നു തീർത്തിട്ട് വേണമെങ്കിൽ ബാക്കി സംസാരിക്കാം. അപ്പം ശരി എന്നാൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ കടിച്ചു പൊട്ടിച്ച് കഴിക്കണം.
കടിക്കാൻ കിട്ടുന്നില്ല, നല്ല ബലം. ಇದು 300 ಬ್ರಾಂಚ್ വന്നു. ಯಾರು ಹೇಳಿದ್ದು? ಇನ್ನೊಂದು 2 ಬ್ರಾಂಚ್ ಇಲ್ಲವ ಹೊಸಕೋಟೆ. സമയം എത്രയും നോക്കണ്ട, ഇത് കഴിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മാത്രമേ ഈ പ്രാന്തമുള്ളെന്ന് വിചാരിച്ചു. അല്ല, കുറെ പേര് വരുന്നുണ്ട്. ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഹോട്ടൽ ഫുള്ളാവും. അമ്മാതിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളി. ഞാൻ ഒന്ന് കടിച്ചു പൊട്ടിക്കട്ടെ. ശരിയാണ്. 2 hours later. സോ അങ്ങനെ നമ്മൾ ബിരിയാണിയും കഴിച്ചു, സൂപ്പും കഴിച്ചു. വയറ് ഫുള്ളാണ്, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ കാർ എവിടെയെങ്കിലും സൈഡ് ഒതുക്കിയിട്ട് കുറച്ചേരം ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ നേരം വെളുത്തിട്ട് പോകുന്നുള്ളൂ. കാരണം നല്ല ഉറക്കമാണ്, വയറ് ഫുള്ളായപ്പോൾ നല്ല ഉറക്കം വരുന്നത്. ഇവന്മാരാണെങ്കിൽ കഴിച്ച പോലും ഇല്ല, പാതി കഴിച്ചിട്ട് ബാക്കി പാർസലെടുത്തു. ഞാനാണെങ്കിൽ ഫുള്ള് കഴിച്ചു, വേസ്റ്റ് ആക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വയറ് ഫുള്ളായി, നല്ല ഉറക്കം വരുന്നു. അപ്പോൾ ഇനി നേരെ കാർ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ ആവുമ്പോൾ ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.